ഹായ് ഡീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അവണീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞാനും കുഴപ്പമില്ലെന്ന് നല്ല ഹാപ്പി ആയിട്ട്. കാരണം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിതാ ഒരു യാത്രയിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് പുഴയിലേക്കാണ്. അപ്പോൾ പുഴയിൽ പോയിട്ട് കൈകാലം കഴിയുന്നതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ അട്ടപ്പാടിയിലെ പേരിയൊട്ടൊരു അമ്പലം, അതായത് നമ്മുടെ ശിവരാത്രിയൊക്കെ നടക്കുന്ന ഒരു പേരിയൊട്ടൊരു അമ്പലമാണ് നമ്മുടെ മല്ലീശ്വര ശിവക്ഷേത്രം. അപ്പോൾ നമുക്ക് അങ്ങോട്ടാട്ടോ ഇനി പോകാനുള്ളത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് പുഴയിലൊന്നും പോവാം. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടോ. അപ്പോൾ അതാ പുഴയിൽ ഇറങ്ങിയത് നമ്മുടെ ആവണിക്കുട്ടി നല്ല ഹാപ്പിയാണ്. കാരണം വെള്ളമല്ല, ഇപ്പോൾ ഉമ്പ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ തേകി കളിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആളുടെ കൈയും കാലൊക്കെ ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട്. പിന്നെ പുഴയിൽ നമ്മളിപ്പോൾ എല്ലാ പ്രാവശ്യം വരുന്നതിന് അപേക്ഷിച്ച് വെള്ളം കുറച്ച് കുറവാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു കല്ലുകളും എന്താ പറയുക, നല്ലൊരു ആംബിയൻസ് തന്നെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാനൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ആയാലും നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിവിടെ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെന്താണെന്ന് വെച്ചാലേ, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയതായിട്ട് ഈ ഒരു മുതലിന് ഞങ്ങൾക്കിപ്പോൾ കൈ കിട്ടിയിട്ട് 2 വർഷം കഴിയുവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ആവണിക്കുട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ ആവണിക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കൊരു ബർത്ത്ഡേ വിഷ് ചെയ്യണേ. അങ്ങനെ എന്തായാലും കൈയും കാലും കഴിയലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിക്ക് എന്തായാലും ഇവിടുന്ന് കയറാനുള്ള യാതൊരു ഉദ്ദേശവും ഇല്ലാട്ടോ. എന്തായാലും പിടിച്ച് കൊണ്ടുകൊണ്ടി വരുന്നതാണ് തോന്നുന്നത്. കാരണം നോക്കി, കൈയും കാലൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറിയ കല്ലുകളൊക്കെ എടുത്തിട്ട് പുഴയുടെ ചുറ്റുവാണെങ്കിൽ ഇങ്ങനെ ചെറിയ ഉരുളൻ കല്ലുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ ചെറിയ കല്ലുകളൊക്കെ എടുത്ത് ഇങ്ങനെ ആ ഒരു ഓളങ്ങളൊക്കെ കണ്ടിട്ട് ആൾ നല്ല ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പുഴയിലേക്ക് കല്ലെറിഞ്ഞിട്ടുള്ള അവളുടെ ഒരു കളി കണ്ടപ്പോഴേ എനിക്ക് തോന്നി കേട്ടോ, അവൾ എന്തായാലും ഇങ്ങനെ എടുത്ത് കൊണ്ടുകൊണ്ടി വരുന്നത്. കാരണം പുഴയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ അവൾ സ്വന്തമായിട്ട് നടന്ന് കയറില്ല കേട്ടോ. കാരണം നമ്മൾ പിടിച്ച് വിടാതെ എടുത്താൽ ആൾ പിന്നെ വണ്ടി കയറുള്ളൂ. പിന്നെ ഒന്നും നോക്കിയില്ല, അവളെ എടുത്തിട്ട് പിന്നെ പുഴയിൽ നിന്ന് കയറിയാൽ പിന്നെ കുറച്ച് ദൂരം അതേപോലെ ഇങ്ങനെ മണൽത്തരികളൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ചെരുപ്പ് സൈഡിൽ ഊരി വെച്ചിരിക്കുകയാണ്. പിന്നെ ആ ചെരുപ്പ് കേട്ട് നമ്മൾ നേരിന് പോവാട്ടോ. അപ്പം കൂട്ടുള്ളത് വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ ഏട്ടൻ്റെ ചേച്ചിയും അതേപോലെ തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡുമാണ്. അപ്പോൾ അവരും ഉണ്ട് കേട്ടോ, നമ്മുടെ കൂടെ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് നേരെ അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി പുഴയുടെ അവിടെ നിന്ന് ഒരു കല്ലൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിലേക്ക് ഇടാൻ വേണ്ടി. അപ്പോൾ അത് ഇടാനുള്ളൊരു ടൈം നമ്മൾ കൊടുത്തില്ല കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആളെ അച്ഛൻ നേരെ എടുത്തിട്ട് വണ്ടി കയറ്റുവാണല്ലോ ചെയ്തത്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് പുഴയിലിടുന്നോട്ടോ പറഞ്ഞു. അപ്പോൾ അച്ഛൻ കറക്റ്റ് ഉന്നെ നോക്കിയിട്ട് എപ്പോൾ എറിയാന്ന് പറഞ്ഞിട്ട് അച്ഛൻ എറിയുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടി വണ്ടി കയറി നേരെ അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കേട്ടോ പുഴ. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു അമ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പുഴയിൽ പോയി കൈകാലം കഴിയാൻ ശേഷമാണ് നേരെ അമ്പലത്തിലേക്ക് പോകാറുള്ളത്. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകും. തിരക്കുണ്ടോ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല, നമുക്ക് എന്തായാലും പോയേക്കും. ഏകദേശം ഇത് എത്താനായിട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ അമ്പലത്തിൽ കയറി തൊഴാൻ പോവുകയാണ്. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ കണ്ടിട്ട്. അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് നന്നായിട്ട് തന്നെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ആവണിട്ട് നമ്മുടെ കൂടെ തന്നെ 2 പേർക്ക് കയ്യിൽ പിടിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഉള്ളിൽ കയറി തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുഴയുടെ അവിടെ പോയില്ലേ, അപ്പോൾ അവിടെയൊക്കെ നല്ല കിഡിലൊരു ആംബിയൻസ് തന്നെയില്ലേ. അതേപോലെ തന്നെ ഒരു അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെയാട്ടോ നല്ലൊരു വൈബാണ്. കാരണം നമ്മുടെ മനസ്സൊക്കെ നന്നായിട്ട് ഫ്രീ ആയി. എന്താ പറയുക, എനിക്കിവിടെ ഒരുപാട് വിശ്വാസമുള്ളൊരു അമ്പലം തന്നെയാണ്. പിന്നെ നമ്മുടെ ആവണിക്കുട്ടിക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് വഴിപാടുകളൊക്കെ കഴിക്കേണ്ടത് അതൊക്കെ ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കും. കാരണം വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഒരു ദീപം, അതായത് നമ്മുടെ ഒരു കർപ്പൂരമൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ ഒരു താലത്തിൽ കൊണ്ടല്ലോ. അപ്പോൾ അതൊക്കെയായി നമ്മുടെ ആവണിക്കുട്ടി നന്നായിട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് നമ്മുടെ ഭസ്മൊക്കെ എടുത്തിട്ട് നെറ്റിയിലൊക്കെ തൊടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പുണ്യാഹമൊക്കെ തന്നു കേട്ടോ. അപ്പോൾ ചില സമയത്ത് പാലായിരിക്കും, ചില സമയത്താണെങ്കിൽ ഈ നാളികേരത്തിൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടാറില്ല. അപ്പോൾ ഇന്ന് നാളികേരത്തിൻ്റെ വെള്ളമായിരുന്നു. അപ്പോൾ അതായാലും നമ്മുടെ ആവണിക്കുട്ടി നമ്മളപ്പോൾ തന്നെ കുറച്ച് തലയിൽ കൂടെയൊക്കെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ആൾ നമ്മുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ശിവരാത്രിയുടെ അന്നൊക്കെ നമുക്ക് ഇതേപോലെ തൊഴണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മണിക്കൂറുകളോളം നമുക്ക് ക്യൂ നിന്നാലേ ഇവിടെ ഇതേപോലെ ഒന്ന് തൊഴാൻ പറ്റുള്ളൂ. ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഉത്സവമായിട്ടാണ് നമ്മളിവിടെ ശിവരാത്രി ആഘോഷിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒത്തിരി പേര് ഇവിടെ അന്ന് വരാറ്. അതുകൊണ്ട് തന്നെ സൂചി വീഴില്ല എന്നൊക്കെ പറയാം, അത്രയും നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ആവണിക്കുട്ടി നോക്കി ഒറ്റയ്ക്ക് ചന്ദനവും കുങ്കുമവും ഭസ്മവും എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാവർക്കും തൊട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആളിട്ട കുറി എന്തായാലും നല്ല അടിപൊളിയായിട്ട് ആൾ നോക്കി സ്വന്തമായിട്ട് ഇട്ടത് തന്നെയാണ് കേട്ടോ. ഒരു ഇത് നമ്മൾ പിന്നീട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും അവളിതാ അങ്ങനെ നമുക്കും തൊട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ഇവിടെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്കിനി വേറെ തൊട്ടടുത്തായിട്ട് ഒത്തിരി ഉണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ ഒന്ന് പോയി പ്രാർത്ഥിക്കണം. നമ്മുടെ ആവണിക്കുട്ടി കുറിയിട്ടെന്ന് എനിക്ക് തോന്നുന്നു ഉടുപ്പിനും കുറിയിട്ട് കൊടുക്കുന്നതാണ് തോന്നുന്നത്. ഭസ്മൊക്കെ കുറേ ഉടുപ്പിലായിട്ടുണ്ട്. ഇനി നമ്മളവിടെ നേരെ പോയത് ഗണപതിയുടെ അടുത്താട്ടോ. അപ്പോൾ ഗണപതിയുടെ പ്രതിഷ്ഠ വെച്ച് അവിടെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കാമെന്ന് വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് നമ്മുടെ ആവണിക്കുട്ടി നോക്കി അവിടെയുള്ള ഒരു ചെറിയ സ്റ്റെപ്പുകളല്ലേ. അപ്പോൾ അതൊക്കെ കയറി നേരെ പോണത് ആളുടെ കയ്യിൽ ഞാൻ കോയിൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ടാണ്. പ്രാർത്ഥിക്കുന്നതിന് മുന്നേ പൈസ കിട്ടിയതിന് ശേഷം കേട്ടോ ആൾ പ്രാർത്ഥിക്കുന്നത്.
പിന്നെ അത് അവിടെ നിന്ന് പതുക്കെ ഒന്ന് താഴെ ഇറക്കിയിട്ടുണ്ട്. എന്നാലും നമുക്കിനി ഫുള്ളൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. വേറെ നല്ല ഈ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലായിട്ട് ഇവിടെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. നന്ദിയുടെ രൂപങ്ങളായാലും ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ആൽമരാണെങ്കിൽ ആ ഒരു കെട്ടിടത്തിൻ്റെ, അതായത് ആ ഒരു ഓടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വളർന്ന് അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഇങ്ങനെ പടർന്നിങ്ങനെ പന്തലിച്ച് കിടക്കണം. അപ്പോൾ എന്താ പറയുക, നല്ലൊരു രസമല്ലേ. കാരണം ഒരു ആൽമരത്തിൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടത്തിലിങ്ങനെ റൗണ്ടിലിങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ ചുറ്റും ഒരുപാട് പ്രതിഷ്ഠകളൊക്കെ വെച്ച് വല്ലാത്ത ഫീൽ തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് തൊഴാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒരു അമ്പലത്തിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു അമ്പലം തന്നെയാണ്. കാരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മിസ്സാവില്ല. കാരണം ഇവിടെ തൊട്ടടുത്തിട്ട് പുഴയായാലും അതേപോലെ തന്നെ ഒരുപാട് കാഴ്ചകളായാലും അതേപോലെ തന്നെ അമ്പലത്തിൽ വന്നിട്ടുള്ള ഒരു ആംബിയൻസ് ആയാലും ഒക്കെ ഒരു രക്ഷയില്ലാട്ടോ. അങ്ങനെ എന്തായാലും നമ്മളിത് ഓരോ സ്ഥലത്തു നിന്ന് വേറെ വേറെ സ്ഥലങ്ങളിലായിട്ട് പോയിട്ട് എല്ലാ പ്രതിഷ്ഠയുടെ അടുത്തും പോയിട്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുവാണേ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് കക്കുപ്പടിയുള്ള ശിവക്ഷേത്രത്തിലേക്കാണ്. അപ്പം നമ്മൾ വന്നപ്പോഴത്തേനും എന്തായാലും ഇവിടെ അമ്പലമൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ ഒന്ന് നോക്കിയാലും നമ്മൾ പുറത്തുനിന്ന് നന്നടിഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മുടെ ആവണിക്കുട്ടി ഇങ്ങോട്ട്, അതായത് അമ്പലത്തിലേക്ക് വരുമ്പോൾ നടന്ന് ഓടിച്ചാടി വന്നതാണെങ്കിലും പിന്നെ ഏട്ടനെ എടുത്തിട്ടാട്ടോ വന്നത്. കാരണം പിന്നെ ആൾക്ക് കയറ്റം കയറാൻ വയ്യാന്ന് പറഞ്ഞ് നമുക്ക് നേരെ പോവാം. അങ്ങനെ തന്നെ നമ്മുടെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് ഈ സ്റ്റുഡിയോയിലേക്കാണ്. അപ്പോൾ മണ്ണാർക്കാടുള്ള സ്റ്റുഡിയോയിലാട്ടോ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിക്ക് പറ്റിയൊരു അടിപൊളി മോഡൽ ഡ്രസ്സ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ആ ഒരു മോഡൽ ഇവിടെ ഉണ്ടോ നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടൈപ്പ് ഡ്രസ്സ് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ട്രെയിൻ കാണിച്ചു കൊടുക്കുമായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ 1-2 കടകളിലൂടെ കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അവിടെ നിന്നൊന്നും നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പിലുള്ള ഡ്രസ്സ് കിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച ഡ്രസ്സ് എന്തായാലും നമുക്ക് എവിടെയെങ്കിലും കിട്ടാതിരിക്കില്ല. അങ്ങനെ എന്തായാലും ഫൈനലി നമ്മൾ ഉദ്ദേശിച്ച അതേ ഡ്രസ്സ് അതേ കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം ട്രാവൽ ചെയ്താലും നമ്മൾ ഉദ്ദേശിച്ച ഡ്രസ്സ് കിട്ടിയത് നമ്മൾ ഹാപ്പി, നമ്മുടെ ആവണിക്കുട്ടി ഹാപ്പി. പിന്നെ നമ്മളിവിടെ വണ്ടി പാർക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ആനയുടെ രൂപം കണ്ടപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി അതിലേറെ ഹാപ്പി ഉണ്ട്. അപ്പോൾ ആന എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിനിപ്പോൾ നേരെ പോകുന്നത് പാലക്കാടാണ്. അപ്പോൾ പാലക്കാട് പോയിട്ട് അമ്മേനെ എടുത്തിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാണ്ട്. അപ്പോൾ എന്തായാലും ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ ഞങ്ങളിതാ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ അടുത്ത യാത്രയൊക്കെ നമുക്ക് നല്ല വഴിയെ കാണാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട് കേട്ടോ. കാരണം ഉച്ച ടൈമാണ്, അതുകൊണ്ട് നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. നമ്മൾ ആവണിക്കിട്ട് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് ചാടിയിട്ടുണ്ടേ. പിന്നെ അമ്മേനെയും പിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വന്നത് ലുലു മാളിലേക്കാണ്. ഇതാട്ടോ നമ്മുടെ ആവണിക്കുട്ടിയുടെ ഇന്നത്തെ ബർത്ത്ഡേ സ്പെഷ്യൽ കോസ്റ്റ്യൂം. നമ്മൾ കുറേ കടകൾ കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു കോസ്റ്റ്യൂം കിട്ടിയത് കേട്ടോ. ഇവിടെ വന്ന വഴിക്ക് നോക്കി പോണ സംഭവങ്ങൾ. അപ്പോൾ അതിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാം അമ്മ എന്നിട്ട് കയ്യിൽ പിടിച്ച് വലിച്ച് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പോൾ ഒരു വിധത്തിലൊക്കെ ഞാൻ അവിടെ പിടിച്ച് നിർത്തിയിരിക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് നിർത്തിയിരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേയൊക്കെ ഷോർട്സ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഷോർട്സ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ കേക്ക് വാങ്ങിക്കാനുള്ളത് നമ്മുടെ ആവണിക്കുട്ടിക്ക് വേണ്ടി. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കേക്കിൻ്റെ ആയാലും പിന്നെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് എല്ലാം. അങ്ങനെ നമ്മൾ എന്തായാലും ഫൈനലി ഒരു കേക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലേവറിലൊക്കെ കേക്ക് ഉണ്ടോ എന്ന് പോലും സംശയിച്ചു പോകുന്ന രീതിയിലുള്ള പല ഫ്ലേവറുകളും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടോ. അതേപോലെ നമ്മൾ എന്തായാലും ആ കൂട്ടത്തിൽ ഈ ഒരു കേക്കാണ് നമ്മുടെ ആവണിക്കുട്ടിയുടെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള കേക്ക്. അപ്പോൾ ഓരോ കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എടുത്ത് പറയേണ്ടതിനായിട്ട്. കാരണം നമുക്ക് ആരുടെയും മനം കവരുന്ന രീതിയിലാട്ടോ ഓരോ കേക്കും നമുക്കിങ്ങനെ അത്ര നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. സ്പെഷ്യലായിട്ട് ഒരു ക്യാപ്പും വാങ്ങിയിട്ടുണ്ട് നമ്മൾ. പിന്നെ നമ്മൾ ആവണിക്കുട്ടിയുടെ ശരിക്കും പേര് അയനിക എന്നാട്ടോ. അപ്പോൾ അയനിക അരുൺ എന്നാണ്. അപ്പോൾ എത്ര പേർക്ക് അറിയുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതലും ആളുകൾക്ക് ആവണി എന്ന് അറിയുണ്ടാവുള്ളൂ. കാരണം ആവണി എന്നാണ് കേട്ടോ ആളെ വീട്ടിലായാലും പൊതുവേ എല്ലാവരും വിളിക്കാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 പേര് നമ്മുടെ കേക്കിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ കേക്കിൽ പേരൊക്കെ എഴുതാൻ വേണ്ടി ഓർഡർ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ കൊണ്ടുപോയി കാണാമെന്ന് വിചാരിച്ചു കേട്ടോ.
നമ്മുടെ ആവണിക്കുട്ടി ഇതൊക്കെ കൊടുത്തന്നെ കേട്ടോ. ആളിങ്ങനെ ഓടി ഓടി നടക്കാൻ ആളുടെ പുറകെ ഓടാനും നമുക്ക് സമയം കിട്ടും കേട്ടോ. അങ്ങനെയാട്ടോ എല്ലാ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഓരോന്നൊക്കെ ആൾക്ക് ഇഷ്ടപ്പെട്ട നോക്കുമ്പോൾ ആളിങ്ങോട്ട് വലിക്കും. അപ്പോൾ ഒന്ന് വലിക്കുമ്പോൾ കൂടെ വേറെ 2-3 ഒരുമിച്ച് വീഴും. എന്തായാലും ഇന്നത്തെ ദിവസം നമ്മളെപ്പോലെ തന്നെ അവൾ ഒരുപാട് ഹാപ്പി ആയിട്ടോ. അവളുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം, അതുകൊണ്ട് നമ്മൾ ഡബിൾ ഹാപ്പി. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ ചങ്ക് ഫ്രണ്ട്സിനും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇവിടെ വന്നപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിയുടെ കുസൃതികൾ കുറച്ച് കൂടിയോന്ന് ഒരു സംശയം ഇല്ലാതില്ല. എന്തായാലും നോക്കി പോണത് നല്ല രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട് തന്നെ. പിന്നെ കുറേ നേരം കൊണ്ട് പറയുക കേട്ടോ, ഇതാ ഈ കാണുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിൽ കയറണം എന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് 2 ഫ്ലോറായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫൈനലി കേക്കൊക്കെ വാങ്ങിയിട്ട് നമ്മൾ മേളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും നമ്മുടെ കേക്കും റെഡി. കേക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ട് തന്നെ എഴുതി സെറ്റായിട്ടാണ് കേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കത്തിയും തോപ്പിയൊക്കെ വെച്ചിട്ട് സെറ്റായിട്ടിരിക്കുവാണേ. അങ്ങനെ എന്തായാലും നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറേ നേരം മാളിൽ ആവണിക്കുട്ടിയായിട്ട് സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ അവിടുന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ മാളിൽ നിന്ന് തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോകട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സാണ് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം.